നമസ്കാരം. ലോ പോയിന്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പതിപോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ കീഴിലുള്ള ഇന്ത്യൻ എംബസിയുടെ ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിന്റെ കീഴിലുള്ള ലീഗൽ കൗൺസിലറുമാണ്. അഡ്വക്കേറ്റ്, വെൽക്കം ടു ദ ഷോ. നിരവധി ചോദ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച മുഴുവനായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊപ്പം അഡീഷണൽ ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുമുണ്ട്. അതിലേക്കൊക്കെ കടക്കാം. ആദ്യമായി നാടുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യം ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും ഇത് ചോദിക്കാത്തതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തായാലും ചോദിക്കണം എന്നുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. പ്രജീഷ് എന്നാണ് പ്രേക്ഷകൻ്റെ പേര്. വസ്തു പണയം വെക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്? ഇതിൻ്റെ നിയമപരമായ വ്യത്യാസങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും എന്നാണ് പ്രജീഷ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ് ചോദ്യം. വസ്തു പണയം നമ്മളെന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് മോർഗേജ് എന്ന് പറയും. ഇപ്പം കേരളത്തിൽ പ്രധാനമായിട്ടും പൊതുവെ നമ്മൾ ചെയ്യുന്ന 3 തരം മോർഗേജസ് ആണ്. അതിനകത്തും ആദ്യത്തെ പറയുന്നതിൻ്റെ പേരാണ് ഇംഗ്ലീഷ് മോർഗേജ്, രണ്ടാമത് ഇക്വിറ്റബിൾ മോർഗേജ്, മൂന്നാമത് യൂസർഫാക്ടറി മോർഗേജ്. അതിനകത്ത് ഈ പേര് പോലെ തന്നെ മൂന്നിനും ഈ മോർഗേജിന് വ്യത്യാസമുണ്ട്. അതായത് ഇംഗ്ലീഷ് മോർഗേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളെ ഡോക്യുമെൻറ്റ് ആരാണോ പണയം വയ്ക്കാൻ പോകുന്ന ആൾ പണയം കൊടുക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ സ്ഥാപനത്തിനോ ആ ഡോക്യുമെൻറ്റ് സബ് രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറിജിനൽ ടൈറ്റിൽ ഡീഡും പ്രിയർ ടൈറ്റിൽ ഡീഡും കൂടെ നമ്മൾ ഒറിജിനൽ ടൈറ്റിൽ ഡീഡും ഒരു ഡിക്ലറേഷൻ അഫിഡവിറ്റും കൂടെ നമ്മൾ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മോർഗേജ് ആവും. പക്ഷേ ഇത് കേരളത്തിൽ പൊതുവെ ഇന്ത്യയിൽ തന്നെ അത് മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഈ ഇംഗ്ലീഷ് മോർഗേജ് ഇപ്പം സ്വീകരിക്കുന്നത് KSFE സ്വീകരിക്കാറുണ്ട്. പിന്നെ അതുപോലെ ചില സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇംഗ്ലീഷ് മോർഗേജ് തന്നെയാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷെ പൊതുവേ ഇത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ജൂറിസ്ഡിക്ഷനിൽ മാത്രം വരുന്ന ഒരു മാറ്ററാണ് ഈ ഇംഗ്ലീഷ് മോർഗേജ്. ഇതിനൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു സവിശേഷത, നമുക്ക് ഇതിനകത്ത് സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വീണ്ടും ഇതിനെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. 13 ഇയേഴ്സിൻ്റെ ഒരു ഇൻകം പ്രിൻസ് എടുത്ത് കൊടുക്കണം. നമ്മൾ പൊസഷൻ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ മാപ്പും നമ്മളെ ടാക്സ് റെസിപ്റ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് നമ്മൾ ഒറിജിനൽ തന്നെ നമ്മൾ മേടിച്ചിട്ട് എന്ത് പർപ്പസിനാണോ അത് ആ പർപ്പസ് പറഞ്ഞ് മേടിച്ചിട്ട് നമ്മളിത് സബ്മിറ്റ് ചെയ്യണം. ഇവിടെ വില്ലേജ് ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ ഇത് മേടിക്കുമ്പോൾ തന്നെ വില്ലേജ് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ അവർ ഫയലിൽ അവർക്ക് ഒരു കോപ്പി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ഇന്ന പ്രോപ്പർട്ടി ഇന്ന സ്ഥാപനത്തിലേക്ക് വേണ്ടി ജാമ്യത്തിന് വേണ്ടി ഈ പ്രോപ്പർട്ടി പണയം വച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചന വില്ലേജ് ഓഫീസർക്ക് അവരുടെ ഫയലിലുണ്ടാവും. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടിക്ക് വേറെ ഇപ്പം കളഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ പ്രമാണം കളഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഈ പ്രോപ്പർട്ടി മാർക്കറ്റ് ചെയ്തിട്ട് ഇതിന് വേറെ പ്രമാണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ പത്രത്തെ പരസ്യം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നമ്മൾ ചെല്ലുമ്പോഴോ അവർക്ക് എപ്പോഴും ഇത് നോട്ടിഫൈ ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ഇംഗ്ലീഷ് മോർഗേജ് എന്ന് പറയുന്നത് സാധാരണ അത് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ മാത്രമേ അത് ഫോളോ ചെയ്യത്തുള്ളൂ. ഇത് അല്ലാതെ അടുത്ത തരം മോർഗേജാണ് ഇക്വിറ്റബിൾ മോർഗേജ്. ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പേര് പോലെ തന്നെയാണ്. അത് എത്ര എമൗണ്ട് ആണോ നമ്മൾ പണയം വയ്ക്കുന്നത് ആ പണയം വയ്ക്കുന്ന എമൗണ്ട് ഈ തുകയുടെ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് അതിൽ ടേബിളുണ്ട്. ആ ടേബിൾ മുഖാന്തരമുള്ള എമൗണ്ട് സബ് രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ അടച്ച് ആ ഡോക്യുമെൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സബ് രജിസ്റ്റർ ഓഫീസിൽ ഈ വാങ്ങിക്കുന്ന ആളും എൻ്റെ പ്രതിനിധി പണം എടുക്കുന്ന ആളും നമ്മൾ ഒപ്പിടുകയും വേണം. അവിടെ നമ്മൾ വന്നിട്ട് അവിടുത്തെ ടാക്സും അവിടുത്തെ ബുക്കിൽ ഇതിൻ്റെ ഒരു പകർപ്പ് കോപ്പി എപ്പോഴും ഉണ്ടാവും ഈ മോർഗേജിൻ്റെ. ഇതിനെ നമ്മൾ ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറയും. പൊതുവേ സാധാരണ എല്ലാ സ്ഥാപനങ്ങളും മിക്കവാറും ഗ്രാമങ്ങളിലും ബാങ്കുകളിലൊക്കെ ഇത് ചെയ്യുന്നത് ഇക്വിറ്റബിൾ മോർഗേജാണ്. നമ്മൾ പണയം രജിസ്റ്റർ ചെയ്ത് സബ് രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് പണയം മേടിക്കും. പിന്നെ മൂന്നാമത്തെ ഒരു മോർഗേജ് എന്ന് പറയുന്നത് യൂസർഫാക്ടറി മോർഗേജ്. അതായത് നമ്മൾ ആ വസ്തുവിൽ മേലുള്ള ആദായം എന്താണോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതാണ് ഈ മോർഗേജിൻ്റെ ഈ പണയം വയ്ക്കുന്ന ഈ പണയം എടുക്കുന്ന ആളിൻ്റെ പ്രോഫിറ്റ്. അപ്പോൾ ഇതിന് ഈ മാസം തോറും അടയ്ക്കേണ്ട കാര്യമില്ല. അതേസമയം ഇക്വിറ്റബിൾ മോർഗേജിനും ഇംഗ്ലീഷ് മോർഗേജിനും നമ്മൾ അവർ പറയുന്ന ആ കണ്ടീഷൻ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അതിനുള്ള ഗ്യാരണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി. പക്ഷേ യൂസർഫാക്ടറി മോർഗേജിന് ഇവിടെ പ്രോപ്പർട്ടിക്ക് നമ്മൾ ആ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ആദായം അതിനുള്ള ഒരു ഇൻകം അത് ഈ പണയം തരുന്ന ആൾ എടുക്കാൻ അധികാരമുണ്ട്. അതിന് ഇത്ര കാലാവധിക്ക് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ മോർഗേജും പിന്നെ 3 തരം മോർഗേജാണ് നമുക്കിപ്പം ഇപ്പം നമ്മൾ നിലവിലുള്ളത്.
ഇതിൽ നമുക്ക് പണയം വയ്ക്കുന്ന ആളുടെ അല്ലെങ്കിൽ കൊടുക്കുന്ന വ്യക്തിയുടെ നമ്മളുള്ളവർക്ക് തീരുമാനിക്കാം ഏത് തരം മോർഗേജ് ആവശ്യം ഉണ്ടെന്നുള്ളത് വെച്ചിട്ട്. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. അത് അടുത്ത ചോദ്യവും നാട്ടുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. വസ്തുവും വീടും പണയം വെച്ച് അദ്ദേഹം ലോൺ എടുക്കേണ്ടി വന്നു ബാങ്കിൽ നിന്ന്. അപ്പോൾ ഒന്നിച്ചടക്കാൻ പറ്റാത്തതും ആ സമയത്ത് കൃത്യമായി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാങ്ക് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോയി ജപ്തി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വീടും പ്രോപ്പർട്ടിയും ജപ്തി ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന് അത് ലേലത്തിൽ വച്ചിട്ടില്ല, ലേലം ചെയ്തിട്ടില്ല, ഇപ്പോഴും ബാങ്കിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചടക്കാൻ അല്ലെങ്കിൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് അടക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ എങ്ങനെ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ബാങ്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റിന് തയ്യാറാകുന്നുമില്ല. എങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നിയമപരമായ ഏതെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും? അദ്ദേഹം ഇവിടെയാണ്, ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ ആ കേസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് സതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് മിസ്റ്റർ സതീഷ്, അത് ഈ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ബാങ്കിൽ അടുത്ത കാലത്ത് ബാങ്കിൽ സെക്യൂരിറ്റൈസേഷൻ ആക്ട് വന്നിട്ടുണ്ട്. ബാങ്കിന് തന്നെ ആദ്യം പോയിട്ട് ഈ പ്രോപ്പർട്ടി അവരെടുക്കാം, ബാങ്ക് തന്നെ പ്രൊസസ് ചെയ്യും. ഇങ്ങനെ ഒരു ഡിഫോൾട്ട് വന്നതിന് നോട്ടീസ് തരും, നോട്ടീസ് തന്നിട്ട് അടയ്ക്കാനുള്ള സമയം തരും. അത് കഴിഞ്ഞിട്ട് അവർ റിക്കവർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വന്നിട്ട് പിന്നെ നടപടി സ്വീകരിച്ചിട്ട് ബാങ്ക് തന്നെ അതിൻ്റെ പൊസഷൻ ആദ്യം എടുക്കും. പൊസഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് അതിൻ്റെ കോർട്ടിൽ പോയി നമ്മൾ ബാങ്കുമായിട്ട് നമ്മൾ ലീഗൽ ഫൈറ്റിംഗ് അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്ക് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഈ ലേലം വയ്ക്കാനും ഇത് വിൽക്കാനും ഇത് പ്രോഫിറ്റ് എടുക്കാനുള്ള അധികാരം ബാങ്കിനുണ്ട്. അത് പൊതു നിയമപ്രകാരം ബാങ്കിന് തന്നെ റൈറ്റ് ഉണ്ട്. ഇവിടെ നമുക്കുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സാഹചര്യത്തിൽ പെട്ടെന്ന് ബാങ്ക് നോട്ടീസ് തന്നു പൊസഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് തൊട്ടടുത്ത സിവിൽ കോടതിയെ സമീപിക്കാവുന്നതാണ്. കാരണം 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടാണ് തൊട്ടടുത്ത സിവിൽ കോടതിയിലും, 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ടാണ് ബാങ്കിൻ്റെ തുകയാണെങ്കിൽ ക്ലെയിം എമൗണ്ട് ആണെങ്കിൽ അത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലുണ്ട്. അതിന് മാത്രം പ്രത്യേക ഒരു കോടതിയുണ്ട് എറണാകുളത്ത്. ഈ കോടതിയിലാണ് സമീപിക്കേണ്ടത്. അവിടെ ബാങ്കിൻ്റെ പാനലിൽ നിന്നുള്ള ലോയേഴ്സും കാണും. അപ്പോൾ നമ്മൾ ലോയേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊസീഡിങ്സ് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ താങ്കൾക്കിപ്പം ഇവിടെ ഈ സ്റ്റേജിൽ ഇപ്പം മന്ത്ലി അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ കാരണം കോടതിയിലോട്ട് നമുക്ക് സത്യവാങ്മൂലം കൊടുക്കാവുന്നതും കോടതി അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് അടയ്ക്കാനുള്ള റൈറ്റ് ഓപ്പോസിറ്റ് പാർട്ടി അവർ എഗ്രി ചെയ്തില്ലെങ്കിൽ പോലും ഈ പൈസ കൃത്യമായിട്ട് കോടതിയിൽ അടച്ചിട്ട് കോടതിയിൽ നിന്ന് അവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നിയമമുണ്ട്. അതുകൊണ്ട് ഈ വസ്തു ഒരിക്കലും നിങ്ങൾ ജപ്തി ചെയ്യാത്ത ലേലം ചെയ്ത് പോകാത്തടത്തോളം കാലം ആ വസ്തു തിരിച്ചു കിട്ടാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. നിങ്ങൾക്ക് നിയമപരമായ രീതിയിൽ സിവിൽ കോടതിയെ സമീപിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് കോടതി വഴി തന്നെ അടച്ച് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി റീപ്രൊസസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം അതും നാടുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ നാട്ടിലെ ചെക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ചെക്ക് ബൗൺസായി. അത് എങ്ങനെ തിരിച്ചെടുക്കാം എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നാട്ടിലെ ചെക്കാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 138 പ്രകാരം ഈ ചെക്ക് നമുക്ക് ബാങ്കിൽ പ്രസൻറ്റ് ചെയ്ത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്നുള്ള പേരിൽ റിട്ടേൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ഉണ്ട്, ലീഗൽ നോട്ടീസ് ഇഷ്യൂ ഉണ്ട്. 15 ദിവസത്തിനകത്ത് ഈ പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ നമ്മൾ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് നമുക്ക് ആദ്യം ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് 15 ദിവസത്തിനകത്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ അത് 30 ദിവസത്തിനകത്ത് ഇത് കേസ് ഫയൽ ചെയ്യണം. 30 ഡേയ്സ് വളരെ മാൻഡേറ്ററി ആണ്, 30 ഡേയ്സ് കഴിയാൻ പാടില്ല. ഈ 30 ഡേയ്സിനകത്ത് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് അവിടെ കോടതി ഓപ്പോസിറ്റ് പാർട്ടിക്ക് സമൻസ് അയക്കും. സെയിം ടൈം തന്നെ നമുക്ക് ഈ ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 420 പ്രകാരം ഒരു ചീറ്റിംഗ് കേസും കൂടെ നമുക്കിവിടെ ഫയൽ ചെയ്യാന്നുള്ളതാണ്. കാരണം ചെക്ക് തന്നു കബളിപ്പിച്ചു എന്നുള്ള പേരിൽ ഒരു ചീറ്റിംഗ് കേസ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെക്ക് തന്ന പാർട്ടി പോയിട്ട് ഒരു ജാമ്യം എടുക്കേണ്ടതായിട്ട് വരും. സെയിം ടൈം തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ പ്രകാരമുള്ള കോടതി ട്രയൽ അവിടെ നടക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ കോടതി ഈ ചെക്കിലെ പൈസ തരാനുള്ള സമയമായി കൊടുക്കും. പുള്ളിക്ക് അദ്ദേഹത്തിന് ജാമ്യം എടുക്കാം. ജാമ്യം എടുത്തതിന് ശേഷം പൈസ ട്രയലിൽ അദ്ദേഹം കണ്ടസ്റ്റ് ചെയ്തു, നമ്മൾ കണ്ടസ്റ്റ് ചെയ്ത് നമ്മൾ ഭാഗം കേൾക്കും, അവിടെ ഭാഗം കേൾക്കും. കോടതി അവസാനം വിധി പറഞ്ഞ് ഇദ്ദേഹത്തിന് ജയിലോ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ഈ സമയത്തും ഇദ്ദേഹം പൈസ തന്നില്ല, നമുക്ക് അപ്പീൽ പോകേണ്ട സ്റ്റേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊപ്പം തന്നെ ഒരു ചീറ്റിംഗ് എലിമെൻറ്റ് ഓഫ് ചീറ്റിംഗ് അത് വെച്ചിട്ട് നമുക്ക് ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കാരണം ഈ തുക റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഈ സമയത്ത് പുള്ളിയുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്
ജഡ്ജ്മെൻറ്റ് വരുന്ന കാരണം സപ്പോസ് നമ്മൾ കോടതി വിധി വന്നു, കേസ് നടത്തി, സിവിൽ കേസല്ലേ, വർഷങ്ങളെടുക്കും. ഇതിനുമ്പോൾ ഈ പ്രോപ്പർട്ടി വിറ്റ് പോകാനോ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി കൈമറിച്ച് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഈ പൈസ റിക്കവർ ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ളത് കോടതി ബോധ്യപ്പെടുത്തി കൊടുത്താൽ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് ബിഫോർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും നാട്ടിലെ ചെക്ക് കൊടുത്ത മാറ്റേഴ്സിന് നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ കൊടുത്ത പാർട്ടിക്ക് ഒരിക്കലും പൈസ നഷ്ടപ്പെട്ടു പോകത്തില്ല. നാട്ടിലെ ചെക്ക് ഉണ്ടെങ്കിൽ കൃത്യമായി നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ വാങ്ങിച്ച പാർട്ടി ഒന്നുകിൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ പോയാൽ തന്നെ ആ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അവർ അറ്റാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ എല്ലാത്തിനും കുറച്ച് കാലം ഡിലേ ഉണ്ടാവും, ടൈം എടുക്കും. എന്നാലും ആ കേസ് ഫയൽ അന്ന് മുതൽ ഈ നമുക്ക് വിധി വരെ അന്ന് പോലെ ഇൻട്രസ്റ്റ് നമുക്ക് കോടതിയിൽ കിട്ടുന്നുള്ളതുകൊണ്ട് ആ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു പരിധി വരെ നമുക്ക് നിയമപരമായ രീതിയിൽ നമുക്ക് സഹിക്കേണ്ടി വരുന്നെങ്കിലും അല്ല ഇൻട്രസ്റ്റ് നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ റെമഡി നമുക്ക് കിട്ടും. അതുകൊണ്ട് ചെക്ക് ഇഷ്യൂ ചെയ്ത വ്യക്തിയും ഏതാണെന്നുവെച്ചാലും നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ട മാറ്ററാണ്, ചെക്ക് റിട്ടേൺ ആയി കഴിഞ്ഞാൽ 3 മാസത്തിനകത്ത് ഫയൽ ചെയ്യണം. റിട്ടേൺ കേസ് കൊടുക്കും പ്രൊസീഡിങ്സിന് പോകുമ്പോൾ നോട്ടീസ് കൊടുക്കണം, ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം 15 ദിവസം. അത് കഴിഞ്ഞ് 30 ദിവസം വീണ്ടും സമയമുള്ളൂ. ആ 30 ദിവസത്തിനകത്ത് തന്നെ കേസ് കൊണ്ടുവന്ന് ഫയൽ ചെയ്തിരിക്കാൻ വേണം. ഈ ടൈമുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം കേസ് മുന്നോട്ട് പോകാൻ. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. 052961133 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് ബിനോയ് ശശി നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്നതായിരിക്കും. 6020 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ചും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് മറ്റ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അജിത എന്ന് പറയുന്ന പ്രേക്ഷകരുടേതാണ് ചോദ്യം. I have been working in a company since September 14th, 2012, but I only received my visa in November 2012. My boss told me that he wanted to extend my probation for 8 months. Can he do that? ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് 2-3 സബ് ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഷുഡ് ഐ ഡു ഇഫ് ഐ ഡിസൈഡഡ് ടു ഫയൽ എ കംപ്ലൈൻറ്റ്? വാട്ട് വിൽ ഹാപ്പൻ മൈ ജോബ് in this company if I file a complaint? Can I work for another company if they ban me because I not completed minimum 2 years? How much is the cost for this whole legal process? എന്നാണ് അജിത എന്ന് പറയുന്ന പ്രേക്ഷകരുടെ കാണിച്ചു. ഈ ലേബർ നിയമപ്രകാരം പ്രൊമോഷൻ പീരീഡ് 6 മാസമാണ്. ഈ 6 മാസത്തിൽ കൂടുതൽ പ്രൊമോഷൻ പീരീഡിൽ നമ്മൾ എഗ്രി ചെയ്യണമെങ്കിൽ എംപ്ലോയിയും കൂടെ കോൺട്രാക്റ്റിൽ രണ്ടുകൊണ്ട് മ്യൂച്വൽ എഗ്രി ഉണ്ടായിരിക്കണം. അല്ലാത്തത്തോളം കാലം ഈ എംപ്ലോയർക്ക് യൂണിലാറ്ററലായിട്ട് ഈ പ്രൊമോഷൻ പീരീഡ് 6 മാസം 8 മാസം ആക്കാൻ പറ്റത്തില്ല. ഇവിടെ അവർ ജോയിൻ ചെയ്ത വിസ ഡേറ്റ് അല്ല, ശരിക്കും ഒരു കോൺട്രാക്ട് പ്രകാരം ലേബർ കോൺട്രാക്ട് പ്രകാരം ലേബർ ഈ കോൺട്രാക്റ്റിനകത്ത് ഡേറ്റ് വെച്ചിട്ടുണ്ട്. ലേബർ നമ്മൾ സൈൻ ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റ് മുതലാണ് ഈ വർക്ക് കൗണ്ട് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കോടതി പോയാൽ നമ്മൾ നേരത്തെ വർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോയിൻ ഡേറ്റ് മുതൽ കൗണ്ട് ചെയ്യും. അങ്ങനെ ജോയിൻ ഡേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ സർവീസ് ബെനിഫിറ്റ്സിന് മറ്റവനും എടുക്കുന്നത് ആ എംപ്ലോയ്മെൻറ്റ് ഡേറ്റിൽ വെച്ചിട്ടാണ് കോടതി എടുക്കുന്നത്. ഇവിടെ ഇദ്ദേഹം അങ്ങനെ ഈ പ്രൊമോഷൻ പീരീഡ് ഇദ്ദേഹത്തിന് അനുമതി ഇല്ലാതെ ഇയാളെ മാറ്റിയാൽ ഈ എംപ്ലോയിക്ക് മിനിസ്റ്റർ ഓഫ് ലേബറിനെ സമീപിക്കാവുന്നതാണ്. ഈ മിനിസ്റ്റർ ഓഫ് ലേബറിനെ സമീപിക്കുമ്പോൾ ഇവിടെ സംബന്ധിച്ചോളം അവിടെ ഒരു ഫീസും ഇല്ല, ഫ്രീ ഓഫ് കോസ്റ്റാണ്. ആ സമയത്ത് ഈ മിനിസ്റ്റർ ഓഫ് ലേബർ എംപ്ലോയറെ വിളിക്കുമ്പോൾ അപ്പോഴും എംപ്ലോയർക്കും ഈ എംപ്ലോയിക്കും സെറ്റിൽമെൻറ്റിനുള്ള സമയമുണ്ട്. ഈ സെറ്റിൽമെൻറ്റ് സമയത്ത് നമുക്ക് പ്രൊമോഷൻ പീരീഡിൽ അവർ തന്നെ ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ടെർമിനേഷനാണെങ്കിൽ നമുക്ക് ബാൻ വരത്തില്ല. അതേസമയം നമ്മൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിന് ബാൻ ഉണ്ടാവും. ഇവിടെ നമുക്ക് സെറ്റിൽമെൻറ്റിന് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ ഇത് നേരെ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞാൽ കോർട്ടിൽ നമുക്കിതൊരു ആർബിട്രറി ഡിസ്മിസലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം പ്രൊമോഷൻ പീരീഡിൽ എംപ്ലോയിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടല്ല ഇത് ഈ പ്രശ്നം ഉണ്ടായതും അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് പുറത്തു പോകണം. കാരണം എംപ്ലോയർ ഈ ലേബർ ലോയ്ക്ക് വിരുദ്ധമായിട്ട് നമ്മളെ പ്രൊമോഷൻ പീരീഡ് 6 മാസം എന്നുള്ളത് 8 മാസം യൂണിലാറ്ററലായിട്ട് ആക്കിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലേബറിലേക്ക് കേസ് കൊടുക്കാനും അല്ലെങ്കിൽ ലേബർ കേസ് വരാനുള്ള കാരണം. ഇങ്ങനെ സിറ്റുവേഷനിൽ കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ, നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൻ ഉണ്ടാകത്തില്ല. അവിടെയും കോടതിയിലും ഈ ലേബർ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഒരു പൈസ പോലും അവിടെ ഫീസോ അല്ലെങ്കിൽ അവന് ചിലവ് അവിടെ ഇല്ല. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റാണ്. ഈ ലേബർ നിയമപ്രകാരം ഏത് എംപ്ലോയിക്ക് ഏത് സമയത്ത് മിനിസ്റ്റർ ഓഫ് ലേബറിൽ അപ്രോച്ച് ചെയ്യാവുന്നതും അവിടെ നിന്ന് റെമഡി കിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് നേരെ കോർട്ടിലേക്ക് പോകുന്നുള്ളതും അതിനൊന്നും യാതൊരു വിധത്തിൽ പ്രത്യേക ഫീസോ കോർട്ട് ഫീസോ ഒന്നും ഇല്ല. ഉത്തരം ലഭിച്ചു കാണും. അജിതയ്ക്ക് ഉത്തരം ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യങ്ങളിലേക്കും SMS ക്വസ്റ്റ്യനിലേക്ക് മറ്റുമൊക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ദ ലോ പോയിന്റ് അഥവാ നീതി വീണ്ടും തുടരും.
കുറഞ്ഞ നിക്ഷേപം വൻ പ്രതിഫലം. വിജയത്തിലേക്കുള്ള രഹസ്യം അച്ചടക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സുരക്ഷിത ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ. യുഎയിലെ ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, കമ്മോഡിറ്റീസ്, കറൻസീസ് എന്നിവ നൽകി വരുന്ന ഏറ്റവും വിശ്വസ്തവും പ്രമുഖവുമായ സ്ഥാപനമാണ് ബർജീൽ. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ലളിതവും സമയബന്ധിതവുമായ സഹായം ഞങ്ങൾ നൽകുന്നു, അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്കായി. അങ്ങനെ നിങ്ങളുടെ മികച്ച നാളേക്കായി ഇപ്പോഴേ പദ്ധതി തയ്യാറാക്കൂ. ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ലളിതമായ ചുവടുവയ്പ്. ബർജീലിനൊപ്പം നിക്ഷേപിക്കൂ. ജൂനിയർ ഷെഫ്. കുട്ടിക്കുരുന്നുകളുടെ പാചകകലയിലെ പ്രാവീണ്യവുമായി ഒരു കുട്ടി കുക്കറി ഷോ. NTV ജൂനിയർ ഷെഫ് every Friday at 8 PM only on NTV. നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താനും നിങ്ങളുടെ ഓരോ ദിവസവും ശുഭകരമാക്കാനും അനുയോജ്യ രത്നങ്ങൾ, നിറം, സംഖ്യ എന്നിവ അറിയാനും ജ്യോതിഷ രത്നശാസ്ത്ര വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നിങ്ങളുടെ ഇന്ന് രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ NTVയിൽ കോഹനൂർ ജംസ് നിങ്ങളുടെ ഇന്ന് brought to you by കോഹനൂർ ജംസ്, വേൾഡ് ഓഫ് നാച്ചുറൽ ജംസ്. ബർദുബായ് 0435844884, മൊബൈൽ 0509109360. ഗൾഫിലെത്തിയാൽ നാടിനെയും നാട്ടിലെ സുഹൃത്തുക്കളെയും പോലെ ഏറ്റവും അധികം മിസ് ചെയ്യുന്ന മറ്റൊന്നുണ്ട്, നമ്മുടെ നാടിന്റെ രുചി. എന്നാൽ ആ ടെൻഷൻ ഇനിയില്ല. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ സ്വാദ് ഇപ്പോൾ UAയിലും എത്തിയിരിക്കുന്നു. അതെ, നിങ്ങൾ മറന്ന സ്വാദിന്റെ ഓർമ്മകൾ പുതുക്കുവാൻ തേജസ് റെസ്റ്റോറന്റ് അജ്മാൻ. കുറഞ്ഞ നിക്ഷേപം വൻ പ്രതിഫലം. വിജയത്തിലേക്കുള്ള രഹസ്യം അച്ചടക്കമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ സുരക്ഷിത ഭാവിയിലേക്കുള്ള സമ്പാദ്യത്തിന്റെ കാര്യത്തിൽ. യുഎയിലെ ഉപഭോക്താക്കൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി, കമ്മോഡിറ്റീസ്, കറൻസീസ് എന്നിവ നൽകി വരുന്ന ഏറ്റവും വിശ്വസ്തവും പ്രമുഖവുമായ സ്ഥാപനമാണ് ബർജീൽ. നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനായുള്ള ലളിതവും സമയബന്ധിതവുമായ സഹായം ഞങ്ങൾ നൽകുന്നു, അച്ചടക്കത്തോടെ ദീർഘകാലത്തേക്കായി. അങ്ങനെ നിങ്ങളുടെ മികച്ച നാളേക്കായി ഇപ്പോഴേ പദ്ധതി തയ്യാറാക്കൂ. ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ലളിതമായ ചുവടുവയ്പ്. ബർജീലിനൊപ്പം നിക്ഷേപിക്കൂ. ജൂനിയർ ഷെഫ്. കുട്ടിക്കുരുന്നുകളുടെ പാചകകലയിലെ പ്രാവീണ്യവുമായി ഒരു കുട്ടി കുക്കറി ഷോ. NTV ജൂനിയർ ഷെഫ് every Friday at 8 PM only on NTV. നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്താനും നിങ്ങളുടെ ഓരോ ദിവസവും ശുഭകരമാക്കാനും അനുയോജ്യ രത്നങ്ങൾ, നിറം, സംഖ്യ എന്നിവ അറിയാനും ജ്യോതിഷ രത്നശാസ്ത്ര വാസ്തു സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. നിങ്ങളുടെ ഇന്ന് രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ NTVയിൽ കോഹനൂർ ജംസ് നിങ്ങളുടെ ഇന്ന് brought to you by കോഹനൂർ ജംസ്, വേൾഡ് ഓഫ് നാച്ചുറൽ ജംസ്. ബർദുബായ് 0435844884, മൊബൈൽ 0509109360. വെൽക്കം ബാക്ക് ടു ദ ലോ പോയിന്റ്. നമ്മുടെ അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. കേരള ഹൈക്കോടതി അഭിഭാഷകനും ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ബിനോയ് ശശി ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലറും കൂടിയാണ്. നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. രവികുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ് SMS ചോദ്യം. ഐ ഹാവ് വർക്ക്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഇൻ ദുബായ് ഫോർ 1 year and for 10 months as a foreman. My problems began after my company approved my vacation from August 1st and I bought an air ticket for July 31st. Since it was a holiday, the HR department warned me that if I proceed on vacation from July 31st, the company will take action against me upon my return on September 1st. I learned I had been terminated. Does the company have the right to terminate
my contract on my return from vacation, and is it right in imposing a 6-month ban എന്നാണ് രവികുമാർ എന്ന പ്രേക്ഷകന്റെ ചോദ്യം. മിസ്റ്റർ രവികുമാറിൻ്റെ ലീവ് കമ്പനി അപ്രൂവ് ചെയ്തതിൻ്റെ ആ ദിവസത്തിൻ്റെ ഒരു ദിവസം മുന്നേ രവികുമാർ പോയി, ദാറ്റ് ഈസ് വിത്തൗട്ട് പെർമിഷൻ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂവിൽ രവികുമാറിന് ഒരു ദിവസത്തെ ലീവിൻ്റെ പൈസ അവർ കട്ട് ചെയ്യാൻ റൈറ്റ് കമ്പനിക്കുണ്ട്. കമ്പനിക്ക് ഒരു മെമ്മോ ഇതിനകത്ത് തരാം, കാരണം ഡിസിപ്ലിനറി ആക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് തരാം. പക്ഷേ ഇതിൻ്റെ പേരിൽ ആർട്ടിക്കിൾ 120 അട്രാക്ട് ചെയ്യത്തില്ല. ആർട്ടിക്കിൾ 120 പ്രകാരം രവികുമാർ ടെർമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ രവികുമാറിന് ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാതെ പോകത്തുള്ളൂ. അപ്പോൾ ആ ആർട്ടിക്കിൾ ഇതിനകത്ത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നിൽക്കത്തില്ല, കാരണം ഇത് ആർബിട്രറി ഡിസ്മിസിൽ തന്നെ വരും. പിന്നെ ഒരു കമ്പനി ഒരാളെ പിരിച്ചു വിടുന്നത് ഏത് സമയത്ത് ഈ കമ്പനി ഇവിടെ ദുബായ് നിയമം അനുസരിച്ച് UAE നിയമം അനുസരിച്ചിട്ട് എംപ്ലോയർക്ക് പിരിച്ചുള്ള റൈറ്റും ഉണ്ട്. സെയിം ടൈം തന്നെ എംപ്ലോയിക്ക് ഏത് കമ്പനിയിൽ വിട്ടു പോകാൻ റൈറ്റും ഉണ്ട്. ആ ബൈൻഡ് ഇവിടുത്തെ കോൺട്രാക്റ്റിന് അൺലിമിറ്റഡ് കോൺട്രാക്റ്റിന് അത് 1 month നോട്ടീസ് പീരീഡ് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പേരിൽ എടുക്കണമെങ്കിൽ ഒരിക്കലും ഇവിടെ കമ്പനി പിരിച്ചു വിട്ടുന്നുണ്ട് ഒരിക്കലും രവികുമാറിന് ബാൻ വരത്തില്ല. ഈ മാറ്റർ ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് ലേബറിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ മിനിസ്റ്റർ ഓഫ് ലേബറിൽ നിന്ന് ഒരു ആംബിഗ്വസ് സെറ്റിൽമെൻറ്റ് ശ്രമിക്കുമോ, ഉണ്ടായില്ലെങ്കിൽ ഇത് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ആർബിട്രറി ഡിസ്മിസിലേക്ക് തന്നെ ഇത് കാറ്റഗറി തന്നെ ഇത് വരുള്ളൂ. കാരണം ഒരു ഫൈൻ അടയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു വാണിംഗ് ലെറ്ററോ ഒരു ഫൈൻ ഇമ്പോസ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു എംപ്ലോയി അങ്ങനെ പിരിച്ചു വിടുന്നത് ഒരിക്കലും ഒരു UAE നിയമപ്രകാരം പിന്നെ ആർട്ടിക്കിൾ 120 അല്ലെങ്കിൽ വരുന്ന മാറ്റർ അല്ല അത്. അപ്പോൾ അവിടെ അങ്ങനെ പിരിച്ചു വിടുകയാണെങ്കിൽ ഈ വരാത്ത മാറ്ററിന് പിരിച്ചു വിട്ടാൽ അവിടെ ബാനും ബാധിക്കത്തില്ല. അപ്പോൾ ഇത് ലേബറിൽ വെച്ചിട്ട് തന്നെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കമ്പനി പറഞ്ഞ മാറ്റർ വെച്ചിട്ട് താങ്കൾക്ക് ഗ്രാറ്റുവിറ്റിയോ അല്ലെങ്കിൽ എൻ്റെ സർവീസ് ഗ്രാറ്റുവിറ്റി ബാക്കി ലീവ് സാലറി കാര്യങ്ങളൊന്നും കമ്പനിക്ക് പിടിച്ച് ഫോർഫിറ്റ് ചെയ്യാനോ എടുക്കാനുള്ള യാതൊരു റൈറ്റും ഇല്ല. കമ്പനിക്ക് തന്നേ പറ്റത്തുള്ളൂ. ഈ രവികുമാർ വിൽ ഗെറ്റ് ആൾ ദിസ് ബെനിഫിറ്റ്സ്. ബട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മളിങ്ങനെ കമ്പനി ലീവ്, പ്രത്യേകിച്ച് ലീവ് സാങ്ഷൻ ചെയ്തതിൽ കഴിയുന്നത് ആ ലീവിൻ്റെ ഡേറ്റ് തന്നെ നമ്മൾ ആ ലീവ് എടുക്കുക, ആ ഡേറ്റിൽ തന്നെ നമ്മൾ പോകും. കാരണം നേരത്തെ ഉള്ള ഡേറ്റിലേക്ക് പോയാലും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കമ്പനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്ററിന് കമ്പനിക്ക് പിന്നെ ഈ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ശരിക്കും പ്രത്യേകിച്ച് ഈ അക്കൗണ്ട് സെക്ഷനും ക്യാഷൊക്കെ കൈകാര്യം ചെയ്യണ പേർക്ക് അവർക്കാണെങ്കിൽ ഒരു ഷാർഡ് ഓഫ് ഡോഫ്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവർക്ക് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യുമ്പം ഇങ്ങനെ ഒരു ദിവസം മുന്നേ പോകണമെന്നതിന് ഒരു എക്സ്ക്യൂസ് നിയമത്തിലില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ എക്സ്ക്യൂസ് മുന്നേ പോയി, അപ്പോൾ നമ്മൾ പറയുന്ന റീസൺസ് ഒന്നും ലീഗലി അത് ബൈൻഡിങ് അല്ല. അതുകൊണ്ട് കഴിയുന്നതും ഈ നിയമപരമായ രീതിയിൽ ഒരു ലീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലീവ് അപ്രൂവ് ചെയ്താൽ ആ ഡേറ്റ് തന്നെ ലീവ് എടുക്കാമോ. അതിന് മുമ്പ് 2 ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും നാട്ടിൽ പോകാൻ ധൃതിയാണ്, എല്ലാവർക്കും നമ്മൾ നാട്ടിൽ പോകാൻ കാത്തിരിക്കുകയാണ്. ഓക്കെ, അത് ശരിയാണ്, അതൊരു ഫാക്റ്റാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ലീവ് തരുന്നതിന് ഒരു ദിവസം മുന്നേ പോയിട്ട് ആ ലീവ് എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും ഡിസിപ്ലിൻ ആക്ഷനിലേക്ക് പോകും. അങ്ങനെ ഒരിക്കലും അങ്ങനെ പോകരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താന്ന് ചോദിച്ചിട്ട് കമ്പനിക്ക് അങ്ങനെ ഡിസ്മിസ് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റും കമ്പനിക്കില്ല. മാക്സിമം കമ്പനിക്ക് ഒരു ദിവസം സാലറി അവർ കട്ട് ചെയ്യാൻ മാത്രമേ കമ്പനിക്ക് റൈറ്റ് ഉള്ളൂ. ഓക്കെ, രവികുമാർ ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. അടുത്ത പ്രേക്ഷകന്റെ ചോദ്യം സലീം എന്ന് പറയുന്ന പ്രേക്ഷകന്റെ ചോദ്യമാണ്. ഐ ഹാവ് ബീൻ എംപ്ലോയ്ഡ് വിത്ത് എ കമ്പനി ഫോർ 2.5 years now. My basic salary was 4,000 dirhams when I joined the company. In addition to the basic salary, the company provided me housing and a car. I was told there would be 6-month probation after that 5% increment. The basic salary apart, I did not get any allowance from 2012 till end of 2013. I want to know if it is lawful for increments on the basic salary to be treated as allowance for those who are actually not paid any allowance. If not, what is the procedure to claim back the loss? Please advise. My contract is limited for 3 years എന്ന് സലീം എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിച്ചു. സലീം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, UAE ലേബർ നിയമപ്രകാരം UAEക്ക് ഒരു എംപ്ലോയിക്ക് ഓരോ മാസം കഴിയും തോറും ഇത്ര രൂപ ഇൻക്രിമെൻറ്റ് കൊടുത്തോളാം എന്നൊന്നും കണ്ടീഷനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ഈ എംപ്ലോയർ ഒരു വെർബലി പറഞ്ഞാൽ എംപ്ലോയർ തന്നാൽ മേടിക്കാവുന്നേ ഉള്ളൂ. നിയമപരമായിട്ട് എംപ്ലോയർക്കെതിരെ പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതേസമയം നിങ്ങളൊരു അപ്പോയിൻമെൻറ്റ് ലെറ്ററില്ല, അതായത് സൈഡ് എഗ്രിമെൻറ്റ്, ഈ ലേബർ കോൺട്രാക്റ്റ് ഒപ്പിട്ടതിന് ശേഷം ഒരു സൈഡ് എഗ്രിമെൻറ്റ് എംപ്ലോയർ ഉണ്ടാക്കിയിട്ട് എംപ്ലോയർ അതിൽ പറയുകയാണ് നിങ്ങൾ അലവൻസ് ഒന്നുമില്ല, പകരം നിങ്ങൾക്ക് 5-6 മാസം ആകുമ്പോൾ ഈ ബേസിക് സാലറി 5% ഇൻക്രിമെൻറ്റ് തന്നോളാം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ ബൈൻഡിങ് കോൺട്രാക്ട്.
അങ്ങനെ ഒരു ബൈൻഡിങ് കോൺട്രാക്ട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയർക്കെതിരെ പോയിട്ട് കേസ് ഫയൽ ചെയ്യാൻ പറയും, കോടതിയിലേക്ക് ആ പൈസ കൊടുക്കാൻ പറയും. ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾക്ക് ഒരു എംപ്ലോയർ അങ്ങനെ കൊടുക്കാറില്ല. പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തും സ്വാഭാവികമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പറയും നിങ്ങൾക്ക് 6 മാസം ഇൻക്രിമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ 6 മാസം കഴിയുമ്പോൾ ഇൻക്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ എംപ്ലോയർ തന്നാൽ നിങ്ങൾക്ക് മേടിക്കാം എന്നുള്ളത് കവിഞ്ഞ് അവിടെ നമ്മൾക്ക് എംപ്ലോയർക്കെതിരെ പോയൊരു കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. അവിടെ ലേബർ കോർട്ടിൽ പോയാലും ലേബർ ഓഫീസിൽ പോയാലും ഇങ്ങനെ ഇൻക്രിമെൻ്റ് തന്നില്ല എന്നുള്ള ബ്രീച്ച് എന്നുള്ളതിൽ ആരും കേസ് എടുക്കത്തില്ല. അവിടെ അലവൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ലേബർ കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞ അലവൻസ് അത് മാത്രമേ എംപ്ലോയർക്ക് തരാൻ ബാധ്യസ്ഥനുള്ളൂ, അത് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാൻ റൈറ്റും ഉള്ളൂ. അത് തന്നില്ലെങ്കിൽ അതിനെതിരെ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ലേബർ മിനിസ്റ്റർ ലേബറിലോ അല്ലെങ്കിൽ ലേബർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ബോണസ്, ചിലർ പറയും ബോണസ് തരാമെന്ന് പറയും, കമ്പനിയുടെ ബോണസ്, അതൊക്കെ വെർബലായിരിക്കും. അതൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയുന്ന ഒരു പ്രോമിസ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രോമിസ് എംപ്ലോയർ തന്നാൽ ഓക്കെ, വെരി ഗുഡ്, ഫൈൻ, ഈ എംപ്ലോയിക്ക് ഏത് സമയത്ത് വാങ്ങിക്കാം, ഓക്കെ ഗുഡ്. തന്നില്ലെങ്കിൽ he cannot go file a case unless otherwise there is an agreement in written signed by both employer and employee after the getting the labor card. അപ്പോയിൻമെൻറ്റ് ഓർഡറിൽ ഓഫർ ലെറ്ററിൽ പറഞ്ഞ പോലും നമുക്ക് ലേബർ കാർഡ് അത് സൂപ്പർസൈഡ് ആയി പോകും അഗ്രിമെൻറ്റ്. അതുപോലെ നമുക്ക് കോർട്ടിൽ പോയിട്ട് സൈഡ് അഗ്രിമെൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ഈസ് വലിയ ഓഫർ ലെറ്റർ നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ആ കണ്ടീഷൻസിൻ്റെ പലതും നമ്മൾ വേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പല കണ്ടീഷൻസും പുതിയ കണ്ടീഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ ഫൈനലി ലേബർ കോൺട്രാക്ട് ഒപ്പിടുന്നത്. ആ കണ്ടീഷൻസ് ആർ ബൈൻഡിങ്. ദാറ്റ് മീൻസ് ആൾ അതർ ഓഫേഴ്സ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കണ്ടീഷൻസ് ദാറ്റ് ദ സൂപ്പർസൈഡ്. ആ സമയത്ത് എംപ്ലോയിക്ക് ഇപ്പോൾ എനിക്ക് 5% ഇൻക്രിമെൻറ്റ് തരാമെന്ന് ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഓഫർ ലെറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എംപ്ലോയിൻ്റെ കോൺട്രാക്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ പേരിലാണെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ എംപ്ലോയിഡ് സ്വീകരിക്കാതിരിക്കാം, ആ എംപ്ലോയ്മെൻറ്റ് സ്വീകരിക്കാതിരിക്കാം. യു ക്യാൻ റിജക്ട് ദാറ്റ് എംപ്ലോയ്മെൻറ്റ് അറ്റ് ദാറ്റ് ടൈം. ബട്ട് വൺസ് യു സൈൻഡ് ദാറ്റ് കോൺട്രാക്ട്, once you enter a labor card, then you cannot go for a case and say that അതുകൊണ്ട് തരുമ്പോൾ appointment, do it an interview, company told like this, that company can told anything. If you get it, you can take, but legally it is not binding. Okay. But if you are writing, that is binding. Okay. ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യം രാജേഷ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ് ചോദ്യം. I had completed 2 years of my contract in a free zone company in Dubai. I got my visa cancelled and went back to India. Now I am on visit visa looking for employment. My wife has been working as a teacher in private school on Dubai on her own school visa since October last year. I want to know if my wife can sponsor me, and if yes, what are the formalities to be completed? Can my visit visa be changed to residency if she sponsor me? If there is any salary clause for husband sponsorship by his wife എന്ന് ചോദ്യം രാജേഷ് എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെതാണ്. നോർമലി നമ്മൾ ഇവിടെ ഒരു ഹസ്ബൻഡാണ് നമ്മൾ സാധാരണ സ്പോൺസർ ചെയ്യുന്നത് റൈറ്റ് ഉള്ളത്. വൈഫിന് ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ ഈ 3 ജോലി ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യാം. അല്ലാത്ത കാറ്റഗറീസ് വരുന്നവർക്ക് ശരിക്കും മിനിസ്ട്രിയിൽ ജസ്റ്റ് ഒരു കമ്മിറ്റിയുണ്ട്, നാച്ചുറൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കമ്പനിക്ക് പ്രത്യേക സാഹചര്യം പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ട് അവർക്ക് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 5,000 എബോ വൈഫിന് സാലറി ഉണ്ടെങ്കിൽ വൈഫിന് സ്പോൺസർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വൈഫ് സ്പോൺസർ ചെയ്യുമ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചോളം ഹസ്ബൻഡിന് പിന്നെ അതായത് ഹസ്ബൻഡ് വൈഫിനെ സ്പോൺസർ ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രൊസീജിയർ. അത് തന്നെയാണ്. ഈ ഹസ്ബൻഡ് എവിടെയാണ് ജോലിക്ക് പോകുന്നത് ആ ജോലിക്ക് പോകുന്ന കമ്പനി പോയിട്ട് മിനിസ്റ്റർ ഓഫ് ലേബറിൽ പോയിട്ട് ടെമ്പററി വർക്ക് പെർമിറ്റ് അപ്രൂവൽ എടുക്കണം. ടെമ്പററി വർക്ക് പെർമിറ്റ് അപ്രൂവൽ എടുത്തതിന് ശേഷം ടെമ്പററി വർക്ക് പെർമിറ്റ് എടുത്തിട്ട് ഹസ്ബൻഡിന് വർക്ക് ചെയ്യാം. സ്പോൺസർ വൈഫാന്നേ ഉള്ളൂ. വൈഫിന് മിനിമം ഈ പറഞ്ഞ സാലറി 5,000 സാലറി ഉണ്ടാവണം. പക്ഷേ ഇതിനകത്ത് പിന്നെ ആദ്യമേ ഡയറക്റ്റ് പോകുമ്പോൾ ചിലപ്പം വൈഫിൻ്റെ ജോലി നോക്കിയിട്ട് ജോലി പറഞ്ഞിട്ടില്ല അതല്ലേ, വൈഫിൻ്റെ ജോലി ടീച്ചറാണ് പറ്റും, ടീച്ചർക്കാർക്ക് പറ്റും. ടീച്ചർക്ക് ഡോക്ടേഴ്സ് പിന്നെ എഞ്ചിനീയേഴ്സിന് ഡയറക്റ്റ് വൈഫിന് സ്പോൺസർ ചെയ്യാൻ പറ്റും. 5,000 സാലറി ഉണ്ടാകുന്നാൽ മതി. ഇത് ഹസ്ബൻഡ് ഇതിന് ശേഷം ഇദ്ദേഹം പോയിട്ട് ഒരു അപ്രൂവൽ എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നീട് പുള്ളിക്ക് ഇദ്ദേഹത്തിൻ്റെ വേറെ ജോലി കിട്ടുമ്പോൾ അങ്ങോട്ട് മാറാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് ഹീ ക്യാൻ ഡിസൈഡ്. ബട്ട് എനിവേ ഹീ ക്യാൻ ഡു ഇറ്റ്, ഹീ ക്യാൻ ഗെറ്റ് സ്പോൺസർ ഫ്രം ദ വൈഫ്. ചെയ്യാൻ സാധിക്കും. മറ്റൊരു ചോദ്യം നമ്മൾ സ്ഥിരമായ അഡ്വക്കേറ്റ് ആൻസർ ചെയ്യുന്ന ചോദ്യം തന്നെയാണ്. അദ്ദേഹം ആ കമ്പനി വിട്ട് വേറൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം 5 വർഷമായി ആ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സെറ്റിൽമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റർ ഇതിനകത്ത് എപ്പോഴും നമ്മൾ കമ്പനി വിടുമ്പോൾ ഒന്ന് അറിയേണ്ടത് ആദ്യത്തെ ഏത് കോൺട്രാക്റ്റാണ്, ലിമിറ്റഡ് കോൺട്രാക്റ്റ് ആണോ അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് ആണോ നമ്മൾ ആദ്യം അറിയണം. 2 കമ്പനി പിരിച്ചു വിടുന്നതാണോ നമ്മൾ ടെർമിനേറ്റ് ചെയ്തതാണോ നമ്മൾ റിസൈൻ ചെയ്തതാണോ എന്നുള്ളത് ആദ്യം അറിയണം.
ഇയർ മാത്രം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പിന്നെ ലേബറിൽ അല്ലെങ്കിൽ ഒരു ഇൻഡോ സർവീസ് ബെനിഫിറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ 5 വർഷം കമ്പനി പിരിച്ചുവിടുകയാണെങ്കിൽ 21 days ആണ് സ്ട്രെയിറ്റ് വേ. ആദ്യം 5 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ഫുൾ സാലറി കിട്ടത്തുള്ളൂ. അതേസമയം ലിമിറ്റഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ 5 വർഷത്തിനകത്ത് നമ്മൾ തിരിഞ്ഞ് റിസൈൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു സാലറി ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇത് വളരെ വ്യത്യാസം. അപ്പോൾ ആദ്യം പറയുമ്പോൾ ഈ കോൺട്രാക്റ്റ് ഏതാണെന്ന് ആദ്യം സ്പെസിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിച്ചുവിട്ടതാണോ അതായത് നമ്മൾ റിസൈൻ ചെയ്തതാണോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞാൽ മാത്രമേ ആ ഇയർ വെച്ചിട്ട് നമുക്ക് ഈ എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് നമുക്ക് ഗ്രാറ്റുവിറ്റിയും കാര്യങ്ങളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. നോർമലി 5 year കഴിഞ്ഞാൽ ഫുൾ സാലറിയാണ്. 5 year കഴിഞ്ഞാൽ 5 year വരെ ഉള്ളൂ റെസ്ട്രിക്ഷൻ ഉള്ളൂ. 5 year കഴിഞ്ഞാൽ ഫുൾ സാലറി തരണമെന്നാണ്. ലിമിറ്റഡ് ആണെങ്കിലും അൺലിമിറ്റഡ് ആണെങ്കിലും 5 വർഷത്തെ ഓരോ 5 വർഷമല്ല, 5 വർഷത്തത് 21 days അൺലിമിറ്റഡ് ആണെങ്കിൽ. അൺലിമിറ്റഡ് ആണെങ്കിൽ ആദ്യത്തെ അത് ഇവർ റിസൈൻ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല. അല്ല റിസൈൻ ചെയ്തില്ലെങ്കിൽ ടെർമിനേറ്റ് ആണെങ്കിൽ 21. ആ 5 year കഴിഞ്ഞതിന് ശേഷം ഓരോ വർഷവും ആണ് ഫുൾ സാലറി വരണം. ആ 5 year സപ്പോസ് 7 വർഷമായി അല്ലെങ്കിൽ 5 വർഷം വരെ ഇപ്പം 21. പിന്നെ 5 കഴിഞ്ഞിട്ട് 6, 7, 2 വർഷം അത് ഫുൾ സാലറി. അതിൻ്റെ ഫുൾ ലിമിറ്റ് ഉണ്ട് 2 years. 2 years മാക്സിമം ലിമിറ്റ്. 2 yearsൻ്റെ അപ്പുറം പോകാൻ പാടില്ല. 24 years സാലറിക്ക് മുകളിൽ വരാൻ പാടില്ല. ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഒരാൾ സപ്പോസ് ഒരാൾ 30 വർഷം വർക്ക് ചെയ്ത ഒരാൾ അയാൾക്ക് ഇൻഡസ്ട്രി സർവീസ് കഴിഞ്ഞ് 24 hours കിട്ടും. 6 വർഷത്തെ പോകും. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ 24 years ആകുമ്പോൾ റിസൈൻ ചെയ്യണം, ഗ്രാറ്റുവിറ്റി മേടിക്കണം, എന്നിട്ട് വീണ്ടും ഒന്ന് റീജോയിൻ ചെയ്യണം. അത് നല്ലത്. അല്ലെങ്കിൽ 35 years ഒക്കെ ആകുമ്പോൾ 10 വർഷത്തെ ഗ്രാറ്റുവിറ്റി പോകും. എന്തായാലും ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. SMS അയച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നിരവധി SMSകൾക്ക് ഉത്തരം ഇനിയും നൽകാനുണ്ട്. അടുത്ത ആഴ്ച ആദ്യം തന്നെ നിങ്ങൾ അയച്ച SMSകൾക്കുള്ള ഉത്തരം നൽകുന്നതായിരിക്കും അഡ്വക്കേറ്റ്. എന്തായാലും എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ അഡ്വക്കേറ്റ് ബിനോയ് ശശി നമ്മോടൊപ്പം ഉണ്ടാവും. അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യാനായി 05015247701 എന്ന നമ്പറിലേക്കും NTVയുടെ ഹെൽപ്പ് ലൈൻ നമ്പറായ 05087065662 എന്ന നമ്പറിലേക്കും വിളിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 05015247701. മറ്റൊരു നമ്പർ 05087065662 എന്ന നമ്പറിലേക്ക് വിളിച്ചും നിങ്ങളുടെ നിയമപരമായ സംശയങ്ങൾക്കുള്ള മറുപടി നേടാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മുതൽ 8:30 വരെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ വർക്കേഴ്സ് റിസോഴ്സ് സെന്ററിലെ ലീഗൽ കൗൺസിലർ കൂടിയായ അഡ്വക്കേറ്റ് ബിനോയ് ശശി നമ്മോടൊപ്പം ഉണ്ടാവും. അടുത്ത പരിപാടിയിലേക്ക് കടക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി.